സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി കർശനമായി നടപ്പാക്കുമെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ ഒരു തുള്ളി ജലം പോലും നൽകാതിരിക്കാനാണ് ആലോചിക്കുന്നതെന്നും ജലം നൽകാതിരിക്കാൻ 3 പദ്ധതികൾ ആലോചനയിലെന്നും ജലവിഭവ മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നിലപാട് വ്യക്തമാക്കിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ജലവിഭവ മന്ത്രി CR പാട്ടീൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരാണ് പങ്കെടുത്തത്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. പാകിസ്ഥാനിലേക്ക് വെള്ളമൊഴുകുന്നത് തടയാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനം. പാകിസ്ഥാൻ ഒരു തുള്ളി ജലം പോലും നൽകാതിരിക്കാനാണ് ആലോചിക്കുന്നതെന്നും ജലം നൽകാതിരിക്കാൻ 3 പദ്ധതികൾ ആലോചനയിലുണ്ടെന്നും ജലവിഭവ മന്ത്രി CR പാട്ടീൽ. ലോങ് ടേം, മിഡ് ടേം, ഷോർട്ട് ടേം എന്നിങ്ങനെ 3 പദ്ധതികളാണുള്ളത്. ഷോർട്ട് ടേമിൽ പൂർണ്ണമായും ജലം തടയില്ല. മിഡ് ടേമിൽ ജലം തടയാനുള്ള പദ്ധതികൾ നടപ്പാക്കും. ലോങ് ടേമിൽ വെള്ളം പാകിസ്ഥാനിൽ ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കരാർ മരവിപ്പിക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ ജലവിഭവ സെക്രട്ടറി ദേബശ്രീ മുഖർജിയാണ് പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസയോട് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. കരാർ മരവിപ്പിക്കുന്നത് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സ്വാഗതം ചെയ്തിരുന്നു. അതേസമയം നദികളുടെ കുറുകെയുള്ള അണക്കെട്ടുകൾ ഉപയോഗിച്ച് ജലത്തിന്റെ ഒഴുക്ക് തടയുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടിക്കാണ് പാകിസ്ഥാനും തയ്യാറെടുക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.